നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ തുറക്കേണ്ടത് നമ്മിലുള്ള എല്ലാ കുറവുകളും മനസ്സിലാക്കി നമ്മെ അംഗീകരിക്കുന്നവർക്ക് മുന്നിലാണ്. ആത്മാർത്ഥത അമിതമാകരുത്, അവിടെ നമ്മൾ വിഡ്ഢിയാകും. അംഗീകാരമില്ലാത്ത സേവനമാണ് ആത്മാർത്ഥത. അതുകൊണ്ടായിരിക്കാം ആത്മാർത്ഥതയുള്ളവരെ ലോകം വിഡ്ഢി എന്ന് വിളിക്കുന്നത്. കാലം ക്രൂരനാണ്. ആര് പിരിയണമെന്ന് ആദ്യമേ എഴുതി വെക്കും, ശേഷം രണ്ടുപേരെ ആഴത്തിൽ അടുപ്പിക്കും. പ്രണയിക്കാനോ കെട്ടാനോ ഒരാളെ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ഒരാളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരിക്കും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത ഒരാളെ നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചു പോയത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അത് നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകില്ല. നമ്മുടെ മുറിവുകളിൽ കുത്തിനോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിന്റെ വാതിലുകൾ തുറന്നിടരുത്. സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുകയില്ല. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിൽ കൂടെ കൂട്ടരുത്. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല, കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. മനുഷ്യന്റെ ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത്രമാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും. ഇത് നിങ്ങളുടെ ലോകമാണ്. അതിനെ സ്വയം രൂപപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും. അതിന് അവസരം നൽകരുത്. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പെരുമാറ്റം എപ്പോഴും ഭ്രാന്തമായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ വിശ്വസിച്ചു സ്നേഹിച്ചവർ നമ്മൾ വിശ്വസിച്ച പോലെ അല്ല എന്നറിഞ്ഞാൽ ഒഴിവാക്കിയേക്കണം. അതിൽ വിഷമത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ആവശ്യമില്ല. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ആകും.